ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ 6ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം ആംഗിൾസ് അഥവാ കോണുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് 5ാം ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇതെങ്ങനെയാണ് വരച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു വൃത്തത്തെ എങ്ങനെയാണ് 4 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റുന്നത്? How we can divide a circle into 8 equal parts? How we can divide a circle into 6 equal parts? Which tool we can use inside the geometry box? ഇതൊക്കെ ഏത് ടൂൾ, ഏത് ഉപകരണമാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്? കോണളവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വൃത്തത്തെ എങ്ങനെ 4 തുല്യ ഭാഗങ്ങളാക്കാം, 8 തുല്യ ഭാഗങ്ങളാക്കാം, 6 തുല്യ ഭാഗങ്ങളാക്കാം? അതിന് നമ്മൾ ജ്യാമിതി പെട്ടിയിലെ അഥവാ ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഏത് ടൂളാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ചെറുതായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. സെറ്റ് സ്ക്വയർ അഥവാ മട്ടം, ഇവ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ നമ്മൾ വരച്ചത്. ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ, തുടർച്ചയാണ് നമ്മൾ ഈ പാഠത്തിൽ അല്ലെങ്കിൽ ഈ വർഷം ആദ്യത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് 4, 8, 12 അഥവാ 3 അങ്ങനെ ഒരുപാട് നമ്മൾ 24 അങ്ങനെയൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു. ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഹൗ വി ക്യാൻ ഡിവൈഡ് എ സർക്കിൾ ഇൻടു 5 ഈക്വൽ പാർട്സ്? എങ്ങനെയാണ് ഒരു വൃത്തത്തെ 5 തുല്യ ഭാഗങ്ങളാക്കുന്നത്? അതിന് നമുക്ക് ഈ ജ്യാമിതി പെട്ടിയിലെ മട്ടം ഉപയോഗിച്ചാൽ സാധിക്കില്ല. അപ്പോൾ അതിന് വേറെ ടൂൾ അഥവാ ഉപകരണം നമ്മുടെ ജ്യാമിതി പെട്ടിയിലുണ്ട്. അതേതാണ് എന്നുള്ളതാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടൂള് ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ അഥവാ കോൺമാപി. പ്രൊട്രാക്ടർ കോൺമാപി. ഈ ടൂളിനെ പറയുന്ന, ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ടൂളിനെ പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ അഥവാ കോൺമാപി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി വൃത്തത്തെ 5 തുല്യ ഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ, 7 തുല്യ ഭാഗങ്ങളൊക്കെ ആക്കാൻ പറഞ്ഞാൽ ഈ ഒരു ഉപകരണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി വൃത്തത്തെ 5, 7 അങ്ങനെയുള്ള ഭാഗങ്ങളാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒരു വൃത്തത്തെ 5 തുല്യ ഭാഗങ്ങളാക്കാൻ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച പോലെ മട്ടം ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എന്താണ് ചെയ്യുക? ഇതിന്റെ പേര് എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ അഥവാ കോൺമാപി. അപ്പൊ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയപ്പോ ഇതിൽ ഓരോ സ്കെയിലുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു സ്കെയിൽ ഉണ്ട്, മുകളിൽ ഒരു സ്കെയിൽ ഉണ്ട്. ആ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കോൺ അളവ് വരയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് കോൺ എന്നുള്ളത് സാധാരണ നമ്മൾ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ അതിന് യൂണിറ്റ് ഉണ്ട്. സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ യൂണിറ്റുകൾ, എത്ര സെന്റിമീറ്റർ വര വരയ്ക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് we can use the measures centimeter or millimeter. The same way ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാനും ഒരു യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ആ യൂണിറ്റിനെ പറയുന്ന പേരാണ് ഡിഗ്രി. ഡിഗ്രി എന്നുള്ളതാണ് നമ്മൾ പറയുക. അത് നമ്മൾ എങ്ങനെയാണ് സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക? ഡിഗ്രി എന്നുള്ളത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ചെറിയ വട്ടം, അതായത് ഒരു നമ്പർ എഴുതിയാൽ ഇപ്പോൾ 37 ഡിഗ്രി എന്നാണ് നമ്മൾ പറയുന്നത് എങ്കിൽ സംഖ്യ എഴുതി അതിന്റെ മുകളിൽ ഒരു ചെറിയ വട്ടം ഇട്ടിട്ടാണ് നമ്മൾ, ഒരു സർക്കിൾ ഇട്ടിട്ടാണ് നമ്മൾ പറയുക. ഇതിന് എന്താ വരയ്ക്കുക? 37 ഡിഗ്രി അഥവാ 37 ഡിഗ്രി എന്നാണ് പറയുക. ഇപ്പോ 42 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 42 എഴുതി മുകളിൽ ഇതുപോലെ ചെറിയൊരു വട്ടം വരയ്ക്കും. ഇതിന് വായിക്കുന്നത് എന്താണ്? 42 ഡിഗ്രി. അപ്പോ ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ഡിഗ്രി. അത് റെപ്രസെന്റ് ചെയ്യണത് എങ്ങനെ? നമ്പർ എഴുതിയിട്ട് അതിന്റെ മുകളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ 37 ഡിഗ്രി, 42 ഡിഗ്രി എന്നാണ് ഇതിന് വായിക്കുക. അപ്പൊ ആംഗിൾസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂള് പ്രൊട്രാക്ടർ. ആ പ്രൊട്രാക്ടർ എന്താന്നുള്ളത് നിങ്ങളുടെ ജ്യാമിതി പെട്ടിയിൽ ഏതാണ് പ്രൊട്രാക്ടർ എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ടു. ആംഗിൾസ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി. അത് സിംബോളിക്കലി ഹൗ വി ക്യാൻ റെപ്രസെന്റ് എ ഡിഗ്രി, അതാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. നമ്പർ എഴുതി അതിന്റെ മുകളിൽ ഒരു ചെറിയ വട്ടം ഇട്ടാൽ മതി, സർക്കിൾ വരച്ചാൽ മതി.
ഇനി നമ്മൾ എങ്ങനെയാണ് പലതരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്, എന്താണ് ആംഗിളിന്റെ ഡെഫിനിഷൻ, ഏതൊക്കെ തരത്തിലുള്ള ആംഗിൾസ് ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. What is the definition? What do you mean by an angle? Two lines meeting at a point, an angle is formed. രണ്ട് വരകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയാൽ, ഇവിടെ ഒരു പോയിന്റിൽ രണ്ട് വരകൾ, അത് സ്ട്രെയിറ്റ് ലൈൻസ് ചേരുന്നവർ എന്തോ ആയിക്കോട്ടെ, two lines meeting at a point, an angle is formed. രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ കോൺ ഉണ്ടാകുന്നു. That's the definition of an angle. What is that? Two lines meeting at a point, an angle is formed. രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ, പൊതുവായ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ കോൺ ഉണ്ടാകുന്നു. ഇതാണ് ആംഗിൾസ് അഥവാ കോണിന്റെ ഡെഫിനിഷൻ. എത്ര തരത്തിലുള്ള ആംഗിൾ ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്? പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ആംഗിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളത് റൈറ്റ് ആംഗിൾ അഥവാ മലയാളത്തില് മട്ടകോൺ. എന്താണ് റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ, an angle of measure 90 degree. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രി ആണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. an angle of measure 90 degree is called right angle. കോണിന്റെ അളവ് 90 ഡിഗ്രി. 90 ഡിഗ്രി എഴുതിയെന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ആ നമ്പർ എഴുതി മുകളിൽ ഒരു ചെറിയ സർക്കിൾ, അങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ an angle of measure 90 degree is called right angle. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രി ആണ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് മട്ടകോൺ. Okay, then second one, it's an obtuse angle. Obtuse angle means obtuse angle बृहत् कोण. बृहत् कोण, obtuse angle बृहत् कोण. അതിന്റെ ഡെഫിനിഷൻ എന്താണ് പറയാ? രണ്ടാമത്തെ തരത്തിലുള്ള obtuse angle അഥവാ ബൃഹത് കോൺ. an angle of measure more than 90 degree. 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അളവുള്ള ആംഗിളിനെ അഥവാ കോണിനെ പറയുന്ന പേരാണ് obtuse angle. അപ്പൊ ആ ചിത്രത്തിന്റെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, റൈറ്റ് ആംഗിൾ ആണ് എങ്കിൽ അതെങ്ങനെയിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ വരച്ചത് കഴിഞ്ഞത്. obtuse angle ആകുമ്പോൾ നോക്കൂ, ഈ രണ്ട് വരകളുടെയും വിരിവ് കൂടുതലായിട്ടാണ് വരുന്നത്. റൈറ്റ് ആംഗിൾ എങ്ങനെയാണെങ്കിൽ വിരിവ് കൂടി കൂടി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. അങ്ങനെ 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അളവുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് obtuse angle അഥവാ ബൃഹത് കോൺ. an angle of measure more than 90 degree is called obtuse angle. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള കോണുകളെ പറയുന്ന പേരാണ് ബൃഹത് കോൺ. then one more is there. third one is acute angle. ന്യൂനകോൺ. acute angle അഥവാ ന്യൂനകോൺ. എങ്ങനെയാണ് acute angle? എന്താണ് acute angle എന്ന് പറയുന്നത്? acute angle means, ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുന്നു. acute angle എന്ന് വെച്ചാൽ എന്താണ്? വിരിവ് കുറഞ്ഞിട്ടാ വരുന്നത്. വിരിവ് കുറയുക, വിരിവ് നമ്മൾ തൊട്ട് മുമ്പത്തേലും പറഞ്ഞു, വിരിവ് കൂടി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ്. ഇത് രണ്ട് വരകൾ തമ്മിലുള്ള വിരിവ് കുറവാണ്. കുറവായിട്ട് ദേ ഇങ്ങനെ ഇങ്ങനെ നീങ്ങി 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 ഇതിന്റെ അടുത്തേക്ക് വരിക. അപ്പൊ ഈ രണ്ട് വരകൾ തമ്മിലുള്ള വിരിവ് കുറവാണ് എങ്കിൽ അതിന്റെ അർത്ഥം
90 ഡിഗ്രിയേക്കാൾ കുറവാണ് ഈ കോണിന്റെ അളവ്. That is our answer. That means what do you mean by an acute angle? An angle of measure less than 90 degree is called acute angle. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ കുറഞ്ഞാൽ അങ്ങനെയുള്ള കോണുകളെ പറയുന്ന പേരാണ് ന്യൂനകോൺ. ഇത് മൂന്നെണ്ണമാണ് ഈ വർഷം പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. What do you mean by a right angle? What do you mean by obtuse angle? What do you mean by an acute angle? എന്താണ് റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, അക്യൂട്ട് ആംഗിൾ? ഒരു പ്രാവശ്യം കൂടി പറയുന്നു. റൈറ്റ് ആംഗിൾ മീൻസ് an angle of measure 90 degree is called right angle. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മട്ടകോൺ. The second one is an obtuse angle, an angle of measure more than 90 degree. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. Third one is acute angle, an angle of measure less than 90 degree is called acute angle. ഒരു കോണിന്റെ അളവ് 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ന്യൂനകോൺ. Okay, these three mainly we want to know in this year. Two more angles have, but now we can discuss these three. Okay, then ഒരു ചിത്രം തന്നിരിക്കുന്നു എന്ന് വിചാരിക്കും. ചിത്രങ്ങൾ, കുറച്ച് കോണിന്റെ ചിത്രങ്ങൾ തന്നിരിക്കുന്നു. മെഷർ ഒന്നുമില്ല, അളവുകളൊന്നും തന്നിട്ടില്ല, ചിത്രം തന്നിരിക്കുന്നു. ചിത്രം തന്നിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് ഈ കോൺ ഏത് തരത്തിൽ, നമ്മൾ 3 തരത്തിലുള്ള കോണാണ് ഇപ്പൊ പഠിച്ചത്, അതിൽ ഏതിലാണ് ഇത് പെടുന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? 3 തരത്തിലുള്ള കോണാണ് പഠിച്ചത്, അതിൽ ഏതിലാണ് ഈ കോണുകളെല്ലാം വരുന്നത്? 3 types have right angle, obtuse angle and acute angle. ഈ 3 എണ്ണത്തിൽ ഏതിലാണ് ഇതൊക്കെ പെടുന്നത്? നമുക്ക് ചിത്രം തന്നിരിക്കുന്നു, അളവില്ല, എങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കും? പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്നു എങ്കിൽ നമുക്ക് പറയാം സ്ട്രെയിറ്റ് ആയിട്ട് 2 ലൈനുമാണെങ്കിൽ അതിനെ പറയുന്ന പേര്, ഇത് പെടുന്നത് എന്തിൽ പെടും? റൈറ്റ് ആംഗിൾ. ഇത് എന്തിലാ പെടുക? റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നു ഇതിന്റെ മെഷർ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി അളവാണ് എന്നുള്ളത് കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. Because these two lines are straight. This one is a right angle or മട്ടകോൺ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഈ 2 വരകൾക്കിടയിലുള്ള വിരിവ് കൂടുതലാണ്. വിരിവ് കൂടുതലായാൽ നമ്മൾ എന്തിലാ പെടുത്തുക? ഒബ്റ്റ്യൂസ് ആംഗിൾ. That means more than 90 degree. ഒബ്റ്റ്യൂസ് ആംഗിൾ or ബൃഹത് കോൺ. 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ അളവുള്ള കോണാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ. ഇതാണ് കാണുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവയുടെ വിരിവ്, 2 വരകൾ തമ്മിലുള്ള വിരിവ് കുറവാണ്. അതുകൊണ്ട് ഇത് എന്തിനു പെടും? അക്യൂട്ട് ആംഗിൾ ഓ എന്താ വരിക? ന്യൂനകോൺ. അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ. അപ്പോ 3 തരത്തിലുള്ള കോണുകളെ നമ്മൾ അളവുകൾ തന്നില്ലെങ്കിൽ തന്നെ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി അത് ഏത് ആംഗിൾ ആണ്, ഏത് കോണാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 വരകൾ തമ്മിലുള്ള അകലം, വിരിവ് കൂടുന്തോറും അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് വരിക, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് വരിക. 2 വരകൾ തമ്മിലുള്ള വിരിവ് അഥവാ അകലം കുറഞ്ഞു വരും തോറും അത് ഏത് പെടും? അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ, 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. മട്ടകോൺ നമുക്ക് കാണാൻ വളരെ എളുപ്പമാണ്, കാരണം 2 സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നിൽക്കുക. അങ്ങനെയുള്ളതാണ് 90 ഡിഗ്രി, അതാണ് മട്ടകോൺ, അതിലാണ് പെടുന്നത്. ഇനി ഇത് ഇതേപോലെയൊന്നുമല്ല, സൈഡ് ചെരിച്ചട്ടൊക്കെ നമുക്ക് ചിത്രങ്ങൾ തന്നു വരാം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ തരുന്നു, ഇങ്ങനെ തരുന്നു, പല രീതിയിൽ ചെരിച്ചും ഇങ്ങനെയൊക്കെയാണ് തരിക നമുക്ക് ടെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഏതിൽ പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അതായത് വിരിവ്, അത് തന്നെ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
രണ്ട് വരകൾ തമ്മിലുള്ള വിരിവ് കുറവാണെങ്കിൽ അത് എന്തായി എഴുതപ്പെടുള്ളൂ? അക്യൂട്ട് ആംഗിൾ. ഇത് രണ്ടും ലംബമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? റൈറ്റ് ആംഗിൾ. ഇവയുടെ വിരിവ് കൂടുതലാണ്. അപ്പൊ ഇത് ഏതിലാ പെടുക? ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇവയുടെ വിരിവ് ഇതിനേക്കാൾ കുറവാണ്. അപ്പൊ അത് അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ. ഇങ്ങനെ ചിത്രങ്ങൾ തന്നാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ കോണുകളിൽ ഏതിൽ പെടും എന്നുള്ളത് അളവ് തന്നില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? മുന്നറിവ് പരിശോധന എന്നുള്ള രീതിയിൽ ഹൗ ടു ഡിവൈഡ് എ സർക്കിൾ ഇൻടു ഈക്വൽ പാർട്സ്. അത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് നമ്മൾ ചിത്രത്തിന്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് എന്നുള്ളത് ഓർമ്മിച്ചെടുത്തു. പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് ആംഗിൾസ് എന്താണ്, കോണുകൾ എന്താണ്. ആംഗിൾസ്, ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ആൻഡ് ആംഗിൾ ഈസ് ഫോംഡ്. രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടിയാൽ അവിടെ കോൺ ഉണ്ടാകുന്നു. ഹൗ മെനി ടൈപ്സ് ഓഫ് ആംഗിൾസ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദിസ് ക്ലാസ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കോണുകളെയാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 3 തരത്തിലുള്ള കോണുകൾ ഏതൊക്കെയായിരുന്നു? റൈറ്റ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ, acute angle. Right angle means its measure is 90 degree. Obtuse angle means its measure is more than 90 degree. Acute angle, its measure is less than 90 degree. അങ്ങനെ 3 തരത്തിലുള്ള കോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ ആ കോണുകളെ ചിത്രം തന്നാൽ എങ്ങനെയാണ് നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുന്നത്? വിരിവ് കൂടിയാൽ അത് ഒബ്റ്റ്യൂസ് ആംഗിളിൽ പെടും. വിരിവ് കുറഞ്ഞ് രണ്ട് വരകൾ തമ്മിലുള്ള വിരിവ് കുറവാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിളിൽ പെടും. രണ്ട് വരകളും ലംബരേഖകളായി സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉള്ളത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ലംബരേഖകളായിട്ട് നിൽക്കുകയാണെങ്കിൽ, നേർരേഖയാണെങ്കിൽ അത് മട്ടകോൺ അഥവാ റൈറ്റ് ആംഗിൾ എന്നുള്ളതാണ് പറയുന്നത്. ആംഗിള് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഡിഗ്രിയാണ്. ഹൗ വി ക്യാൻ റെപ്രസെന്റ് സിംബോളിക്കലി, ഹൗ വി ക്യാൻ റെപ്രസെന്റ് ദ ഡിഗ്രി, അതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. നമ്പർ എഴുതി മുകളിലെ ഒരു ചെറിയ സർക്കിൾ, അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. വായിക്കും. ഹൗ വി ക്യാൻ റീഡ് ദിസ്? 37 ഡിഗ്രി. ആ രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. വിച്ച് ടൂൾ വി ക്യാൻ യൂസ് ഫോർ മെഷറിംഗ് ആംഗിൾ? ഏത് ടൂൾ അല്ലെങ്കിൽ ഏത് ഉപകരണമാണ് നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? കാണിച്ചു തന്നിരുന്നു. പ്രൊട്രാക്ടർ അഥവാ കോൺമാപിനി. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ആംഗിൾസ് മെഷർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ടൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ആംഗിൾ വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ തൽക്കാലം ആംഗിൾസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഒരു ആമുഖം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രധാനമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത് എത്ര തരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്, എത്ര തരത്തിലുള്ള കോണുകളുണ്ട്, അവയുടെ ഡെഫിനിഷൻ എന്താണ്, വാട്ട് യു മീൻ ബൈ എ റൈറ്റ് ആംഗിൾ, എന്താണ് മട്ടകോൺ എന്ന് പറയുന്നത്, എന്താണ് ബൃഹത് കോൺ, എന്താണ് ന്യൂനകോൺ. ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.